നെറ്റ് പരീക്ഷ റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട് NTA ഭാഗത്തു നിന്നുണ്ടായത് ഗുരുതര പിഴവ്. തുടക്കത്തിൽ തന്നെ പരാതി ലഭിച്ചിട്ടും പരീക്ഷ റദ്ദാക്കാൻ 1.5 മാസം എടുത്തതിനെതിരെ വലിയ വിമർശനമാണ് ഉയരുന്നത്. ജന്തർ മന്ദറിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ NTA ബോധപൂർവം പിഴവ് മറച്ചുവെച്ചുവെന്നാണ് വിദ്യാർത്ഥികളുടെ ആരോപണം. ജൂൺ 22-നും 30-നും ഇടയിലാണ് 87 വിഷയങ്ങളിൽ UGC നെറ്റ് പരീക്ഷ നടന്നത്. പരീക്ഷയ്ക്ക് പിന്നാലെ പിഴവുകൾ ചൂണ്ടിക്കാട്ടി വ്യാപക പരാതിയാണ് വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് ഉയർന്നത്. പരിഭാഷയിലെ പിഴവുകൾ, ചോദ്യങ്ങളിലെ വസ്തുതാവിരുദ്ധത, കഴിഞ്ഞ വർഷങ്ങളിലെ ചോദ്യങ്ങളുടെ ആവർത്തനം തുടങ്ങിയവ ചൂണ്ടിക്കാട്ടി വിദ്യാർത്ഥികൾ രേഖാമൂലം തന്നെ പരാതി നൽകി. ടെലിഗ്രാം വഴി പരീക്ഷാ പേപ്പർ അടങ്ങിയ PDF ചോർന്നു എന്ന ആരോപണവും ഉയർന്നു. എന്നാൽ ആദ്യഘട്ടത്തിൽ പരാതികൾ പരിഗണിക്കാൻ പോലും NTA തയ്യാറായില്ല. ഔദ്യോഗിക വിശദീകരണം നൽകാൻ പോലും മടിച്ചു. നീറ്റ് UG പരീക്ഷാ പേപ്പർ ചോർച്ചയ്ക്കെതിരെ രാജ്യവ്യാപക പ്രതിഷേധം നടക്കുന്ന പശ്ചാത്തലത്തിൽ നെറ്റ് പരീക്ഷ കൂടി റദ്ദ് ചെയ്താൽ NTA കെടുകാര്യസ്ഥത കൂടുതൽ വെളിപ്പെടുമെന്ന് മനസ്സിലായ കേന്ദ്രം ബോധപൂർവം പിഴവുകൾ മറച്ചുവെച്ചു. ഉത്തരസൂചിക പ്രസിദ്ധീകരിക്കുന്നത് പോലും അകാരണമായി വൈകിപ്പിച്ചു. വിദ്യാർത്ഥി പ്രതിഷേധത്തെ തുടർന്ന് മറ്റു വിഷയങ്ങളിലെ ഉത്തരസൂചിക പ്രസിദ്ധീകരിച്ച ശേഷമാണ് 3 വിഷയങ്ങളിൽ പുനഃപരീക്ഷ നടത്തുമെന്ന പ്രഖ്യാപനം NTA ഭാഗത്തു നിന്നുണ്ടായത്. ഇതോടെ PhD പ്രവേശന പരീക്ഷയ്ക്കടക്കം തയ്യാറെടുക്കുന്ന 1.5 ലക്ഷത്തോളം വിദ്യാർത്ഥികളുടെ ഭാവി കൂടിയാണ് അവതാളത്തിലായത്. എന്നാൽ ഇതുവരെ പരീക്ഷ റദ്ദാക്കിയ വിഷയത്തിൽ ഒരു നടപടിയോ അന്വേഷണമോ NTA ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. പിഴവുകൾ തുടർക്കഥയാകുന്ന കേന്ദ്രീകൃത രീതിയിലുള്ള പരീക്ഷാ നടത്തിപ്പ് അവസാനിപ്പിക്കണമെന്നും NTA പിരിച്ചുവിടണമെന്നുമാണ് SFI അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകളുടെ ആവശ്യം. കൈരളി ന്യൂസ്, ദില്ലി.